ആലപ്പുഴയിൽ മദ്യലഹരയിൽ കൈക്കുഞ്ഞുമായി ആനപ്പാപ്പാന്റെ അഭ്യാസം. 5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ആനയുടെ കൊമ്പിലിരുത്തി. കുഞ്ഞ് വഴുതി വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പാപ്പാനെ കൊന്നതിനെ തുടർന്ന് മാസങ്ങളായി തളച്ചിട്ടിരിക്കുന്ന ഹരിപ്പാട് സ്കന്ദൻ എന്ന ആനയുടെ അടുത്താണ് പാപ്പാന്റെ കൈവിട്ട കളി. ബോധമില്ലേ? അമൽ സുരേന്ദ്രനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് എന്നുള്ളതാണ്. അമൽ, എന്തായാലും ആനയ്ക്കുള്ള വിവേകം പോലും മനുഷ്യനില്ലേ എന്ന് ചോദിച്ചു പോകുന്ന തരത്തിലുള്ള കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളതാണ്. അതും ഇത്തരത്തിൽ ഒരു ചരിത്രമൊക്കെയുള്ള ഒരു ആനയാണ് ഹരിപ്പാട് സ്കന്ദൻ എന്നുള്ളത്. അപകടകാരിയായിട്ടുള്ള ഒരു ആനയാണ്. നേരത്തെ പാപ്പാനെ അടക്കം കൊന്നിട്ടുമുണ്ട്. ആ ആനയുടെ അടുത്താണ് ഇത്തരത്തിൽ ചെറിയ കൈക്കുഞ്ഞിനും ആയിട്ടുള്ള ഇത്തരം മരണക്കളി, സാഹസികത എന്നുള്ളതാണ്. കുഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ്, ഇതെന്താണ് സംഭവം, ഇതിൽ ഏത് രീതിയിലാണ് ഇനി ദേവസ്വം ബോർഡ് അടക്കം നടപടികൾ എടുക്കുക? കുഞ്ഞ് താഴെ വീണിട്ടുണ്ട്. കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളുണ്ടോ? ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രമാണ്. ഇവിടെ ചോറൂണിന് എത്തിച്ചതാണ് ഈ ആനയുടെ താൽക്കാലിക പാപ്പാനായി ചുമതലയെടുത്ത ആളും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും ചെന്ന് ഈ കുഞ്ഞിനെ ചോറൂണിന് വേണ്ടി എത്തിച്ചതാണ്. അതിനുശേഷമാണ് തൊട്ടടുത്ത് തളച്ചിരുന്ന സ്കന്ദൻ, ഹരിപ്പാട് സ്കന്ദൻ എന്ന ആനയുടെ കൊമ്പിലിരുത്തി ഈ കുഞ്ഞിനെ കൊണ്ട് സാഹസികതയ്ക്ക് ഈ താൽക്കാലികമായി നിയമിതനായിട്ടുള്ള പാപ്പാൻ മുതിർന്നത്. ഏതായാലും ഒന്നാം പാപ്പാൻ അടക്കം സമീപത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം ദേവസ്വത്തിന്റെ സ്ഥിരം ജീവനക്കാരനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 മാസങ്ങൾക്ക് മുൻപാണ് മതപ്പാട് മാറി എന്ന വെറ്റിനറി ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്ന് ചങ്ങല മാറ്റുവാൻ വേണ്ടിയിട്ട് ഈ ആനയുടെ അടുത്ത് സമീപിച്ചിരുന്ന പാപ്പാന്മാരെ ആന ആക്രമിക്കുകയും അതിലൊരു പാപ്പാനെ ചവിട്ടിക്കൊല്ലുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ആനയുടെ അടുത്തേക്കാണ് ഇത്തരത്തിൽ 6 മാസം പ്രായം മാത്രം ഉണ്ടായിരുന്ന ഒരു കുഞ്ഞുമായിട്ട് ഈ പാപ്പാൻ ചെല്ലുന്നതും സാഹസിക പ്രകടനങ്ങൾ നടത്തുന്നതും. ഇദ്ദേഹം ഇത് നടത്തിയത് കുഞ്ഞുങ്ങളുടെ പേടി മാറ്റുക എന്ന ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്താണ് ഇദ്ദേഹം ആനയുടെ കാലിന് അടിയിലൂടെയും തുമ്പിക്കയിലൂടെയും എല്ലാം ഈ കുഞ്ഞുമായി കടന്നുപോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ കുഞ്ഞ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് വാവിട്ട് കരയുന്ന ഒരു കാഴ്ചയുമാണ് കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ കൊമ്പിൽ കയറ്റി ഇരുത്തിയപ്പോഴാണ് കുഞ്ഞ് താഴെ വീഴുകയും ആനയുടെ കാലിന്റെ ചുവട്ടിലേക്കാണ് വീഴുന്നത്. തലനാഴിക്കാണ് ആ കുട്ടി രക്ഷപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോഴെല്ലാം നാട്ടുകാർ മതിലിന് അപ്പുറത്ത് നിന്നുകൊണ്ട് അങ്ങേയറ്റം രോക്ഷാകുലരായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ബോധമില്ലേ, എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടതും. അതോടൊപ്പം തന്നെ കാണേണ്ടത്, ഇത്തരത്തിലൊരു കാര്യം ചെയ്തപ്പോൾ ഈ ദിവസവേതനക്കാരനായിട്ടുള്ള പാപ്പൻ, അതായത് കുഞ്ഞിന്റെ പിതാവായിട്ടുള്ള ആൾ മദ്യപിച്ചിരുന്നു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇയാൾക്കടക്കം, അല്ലെങ്കിൽ ഒന്നാം പാപ്പാൻ, ഇപ്പോൾ നിലവിലുള്ള ഒന്നാം പാപ്പാൻ അടക്കം എതിരെ നടപടിയെടുക്കുവാനുള്ള ആലോചനയാണ് ദേവസ്വം ബോർഡും. അതോടൊപ്പം തന്നെ ശിക്ഷാ സമിതിക്കടക്കം പരാതികൾ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. തുടർ ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള നടപടികൾ ഈ വിഷയത്തിലുണ്ടായും. ഏതായാലും ഈ ഒരു കാര്യത്തിന് നേതൃത്വം കൊടുത്ത പാപ്പാനെയോ, അതായത് ഒന്നാം പാപ്പാനെയോ രണ്ടാം പാപ്പാനെയോ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അവർ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങേയറ്റം നടുക്കുന്ന ദൃശ്യങ്ങളാണ്. കേരള മനസാക്ഷിയെ തന്നെ നടുക്കുന്ന വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്താനുള്ള ഇത്തരം ശ്രമങ്ങൾ എന്ത് വില കൊടുത്തും തടയേണ്ടതാണ്. പ്രത്യേകിച്ചും ഒരു സർക്കാർ സംവിധാനത്തിന് കീഴിൽ ഇത് നടക്കുന്നു എന്നതാണ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. സൗദി. ശരി അമൽ, എന്തായാലും ഏത് അന്ധവിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും ഇത് അങ്ങേയറ്റം നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ ഹരിപ്പാടുകാരിയാണ്. ഈ ഹരിപ്പാട് സ്കന്ദൻ എന്നുള്ള ആനയെ വർഷങ്ങളായിട്ട് നമുക്കറിയാം. ആന വരുന്നുണ്ടെങ്കിൽ, ആനയുണ്ട് എന്നറിഞ്ഞാൽ ആ ഭാഗത്തേക്ക്, ആ പരിസരത്തേക്ക് തന്നെ ആളുകൾക്ക് പോകാൻ ഭയമാണ്. അത്തരത്തിൽ അപകടകാരിയായിട്ടുള്ള ഒരു ആന കൂടിയാണ്. ആനപ്രേമികൾ എന്നോട് ക്ഷമിക്കുക. ആ ആനയുടെ മുന്നിലാണ് ഇത്രയും നടക്കുന്ന സാഹസം എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് അമൽ നൽകിയത്.